ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വിഗാർഡ്സ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ ചാപ്റ്റർ 1 കെമിസ്ട്രിയുടെ +1 ചാപ്റ്റർ 1 ആയ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ വീഡിയോസ് ആയിരുന്നു ചെയ്തത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പോൾ ഇത് ഏതായിരിക്കും? യെസ്, പാർട്ട് 3 വീഡിയോയാണ്. ചാപ്റ്റർ 1ന്റെ തന്നെ പാർട്ട് 3 വീഡിയോ. പക്ഷേ ഇന്ന് ഈ പാർട്ട് 3 വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് CBSE കുട്ടികളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് നിങ്ങൾക്ക് കുറച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട് ഈ വർഷത്തേക്ക്. ഓക്കെ, സ്റ്റേറ്റുകാർക്ക് ഫോക്കസ് ഏരിയ, പക്ഷെ സ്റ്റേറ്റുകാർക്ക് ക്ലാസ് തുടങ്ങാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ CBSE-കാരുടെ കാര്യമാണ് പറയുന്നത്. ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 6 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെന്റ് എന്ന് പറയുന്ന ഹെഡിങ് മുതൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന പേജ് നമ്പർ 14 ഹെഡിങ്ങിന് തൊട്ടു മുകളിലുള്ള പ്രോബ്ലംസ് വരെയും നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻസ് ആണ്. ഓക്കെ, പക്ഷെ എങ്കിലും അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോ എന്ന് പറയുന്ന വേർഡുമായിട്ട് നിങ്ങൾ എല്ലാവരും സിമിലർ ആയിരിക്കാം. എങ്ങനെ? യെസ്, നിങ്ങൾ കഴിഞ്ഞ വർഷം അതായത് 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ സ്റ്റേറ്റുകാരും CBSE-കാരും പഠിച്ചൊരു കാര്യമാണ് ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്നൊരു വാക്യം നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ എന്താണ്? തുല്യരാണ്. അതുപോലെ സയൻസിലും കുറച്ച് സെർട്ടൈൻ ആയിട്ടുള്ള ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇപ്പോൾ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ലേ? യെസ്, ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു മെഗ്നീഷ്യം റിബൺ നമ്മൾ ടോങ്സ് യൂസ് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? യെസ്, ഒന്ന് കത്തിക്കുകയാണ്. ഒരു ബർണർ യൂസ് ചെയ്ത് നമ്മൾ അതിനെ കത്തിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കത്തും? യെസ്, ഒരു ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിമിൽ ഓക്സിജനിൽ നമ്മളുടെ മെഗ്നീഷ്യം കത്തും, മെഗ്നീഷ്യം റിബൺ. അങ്ങനെ ഇത് രണ്ടും കൂടെ കത്തി ഒരു വൈറ്റ് കളറിലുള്ള ഒരു പൗഡർ ആയിട്ട് ഈ വാച്ച് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? യെസ്, ഇതാണ് എന്ത്? മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ടുള്ള മെഗ്നീഷ്യം ബേൺ ചെയ്ത പൗഡർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, കാരണം എനിക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷന്റെ ഡെഫിനീഷൻ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമ്മൾ ഒരു മെഗ്നീഷ്യം റിബൺ എടുത്ത് ടോങ്സ് യൂസ് ചെയ്ത് പിടിച്ച് അതിനെ ബർണർ വെച്ച് കത്തിച്ചപ്പോൾ ഈ മെഗ്നീഷ്യം റിബൺ ഒരു ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിമിൽ കത്തി. അത് കത്തിയതിനു ശേഷം ഒരു വൈറ്റ് കളർ പൗഡർ നമ്മുടെ വാഷ് ഗ്ലാസ്സിൽ എന്തായി? കളക്റ്റഡ് ആയി. അതാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, so compounds are formed by the chemical combination of elements which is governed by certain laws called laws of chemical combinations. Okay, കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? യെസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കോമ്പിനേഷനിലാണ്. പക്ഷേ ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് കെമിക്കൽ കോമ്പിനേഷൻ വഴിയാണല്ലോ എലമെന്റ്സിന്റെ. എന്നാൽ ഇതിനെയെല്ലാം ഗവേൺ ചെയ്യാനായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ലോസ് ഉണ്ട്. ഓക്കെ, ആ ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. സോ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഡിഫറെന്റ് എലമെന്റ്സിന്റെ കെമിക്കൽ കോമ്പിനേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സിനെ ഗവേൺ ചെയ്യാനായിട്ട് സം സെർട്ടൈൻ ബേസിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഓക്കെ, then there are mainly 5 basic laws. അവിടെ മൊത്തത്തിൽ 5 ടൈപ്പാണ് എന്തുള്ളത്? യെസ്, ലോസ് ഉണ്ട്. സയൻസിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ 5 തരത്തിലുള്ള ലോസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ് വൺ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. Third one, law of multiple proportion. And fourth one, Gay-Lussac's law of gaseous oleum. And fifth one, Avogadro law. ഇതാണ് മെയിൻലി ഉള്ള 5 ബേസിക് ലോസ് കൺസിഡറിങ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, ആദ്യത്തേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് നിങ്ങൾ 9ലും 10ലും പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, പിന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, Gay-Lussac's law of gaseous oleums and Avogadro law. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കിടക്കാം. The first one, law of conservation of mass.
ഓക്കെ, ഇവിടെ ഒരു ഫിഗർ കാണുന്നില്ല ഒരു വ്യക്തിയുടെ. യെസ്, ദിസ് ഈസ് ആന്റോണി ലാവോസിയർ. ഇതാണ് ആന്റോണി ലാവോസിയർ. ഇദ്ദേഹമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 1789 കണ്ടുപിടിച്ചത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ആന്റോണി ലാവോസിയർ ഇൻ ദ ഇയർ 1789. ഓക്കെ, ആൻഡ് ഇനി എന്താണ് ഇതിൽ പറയുന്നത്, ഈ ലോയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. മാറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. എപ്പോൾ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാറ്ററിനെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയത്തില്ല. So, law of conservation of mass states that matter can neither be created nor be destroyed in a chemical reaction, and this is known as the law of conservation of mass, which was proposed by Antoine Lavoisier in 1789. Okay, ഇനി ഇത് നമുക്ക് വേറൊരു വാക്യത്തിൽ പറയാം. Or during any chemical reaction, total mass of the reactant should always be equal to the total mass of products. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, so during any chemical reaction, the total mass of the reactant should always be equal to the total mass of products. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം, ഇതാര് ആദ്യമായി പ്രൊപ്പോസ് ചെയ്തു? ആന്റോണി ലാവോസിയർ. എന്നിട്ട് ഇതെന്താണ് സ്റ്റേറ്റ് ചെയ്തത്? മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഓർ നമുക്ക് അനദർ വേയിൽ എങ്ങനെ പറയാം? യെസ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസിന് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ഒരു ത്രാസില് ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത മറ്റേ സൈഡില് അവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്തുണ്ടായ പ്രോഡക്റ്റ് ആയ H2O എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ത്രാസ് എവിടെയെങ്കിലും പൊങ്ങുകയോ താഴുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇതെന്താണ്? ഈക്വൽ ആണ്. അതിനർത്ഥം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്തത് എന്താണ്? കറക്റ്റ് ആണെന്നാണ് ഇതിന് പ്രൂവ്. ഒരു പ്രൂവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ H2 plus O2 gives H2O. ഓക്കെ, ദെൻ അടുത്ത് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കി, റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയേ. 2H2 plus O2 gives 2H2O. 2 ഹൈഡ്രജൻ പ്ലസ് ഒരു ഓക്സിജൻ എന്ത് നൽകുന്നു? 2 കോമ്പൗണ്ട്സ് ഓഫ് വാട്ടർ. ഇവിടെയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഇവിടെ എത്രയുണ്ട്? 2. അപ്പോൾ എത്രയുണ്ട് ടോട്ടൽ? 4 ഹൈഡ്രജൻ ആറ്റംസ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2. സോ 4 ഹൈഡ്രജൻ ആറ്റംസ് പ്ലസ് 2 ഓക്സിജൻ ആറ്റംസ്. അതവിടെ നിൽക്കട്ടെ. ദെൻ ഇനി RHS നോക്കാം. ഓക്കെ, അതായത് 2H2Oയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1, 2, 3 ആൻഡ് 4. അപ്പൊ അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇനി എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 1, 2. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ ഇവിടെ ഇപ്പൊ LHSഉം RHSഉം ഈക്വൽ ആയില്ലേ? ദാറ്റ് മീൻസ് ഏറ്റവും താഴെ നോക്കിയേ, 4 ഹൈഡ്രജൻ ആറ്റംസ് പ്ലസ് 2 ഓക്സിജൻ ആറ്റംസ് ഗീവ്സ് 4 hydrogen atoms plus 2 oxygen atoms, which is equal. So this is a proof for law of conservation of mass proposed by Antoine Lavoisier. ഇത് Antoine Lavoisier propose ചെയ്ത law of conservation of mass നെ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസും പ്രോഡക്ട്സും ഈക്വൽ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഒന്ന് റിയാക്ടൻ സൈഡിൽ ഫസ്റ്റ് എന്ന് പറയുന്ന കോളും ഓക്സിജനും. അപ്പോൾ ഈ കോൾ എന്ന് പറയുമ്പോൾ C,
ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2. അപ്പോൾ ഇവിടെ കോള് സോളിഡ് സ്റ്റേറ്റിലും ഗ്യാസ് ആയ ഓക്സിജനും ആണ്. ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, അതായത് CO2. ഇവിടെ നമുക്ക് ആറ്റംസ് നോക്കാം. കോളിൽ കാർബൺ എത്രയുണ്ട്? യെസ്, 1 കാർബൺ ആറ്റം. ആൻഡ് ഓക്സിജനിൽ 2 ഓക്സിജൻ ആറ്റംസ്. എന്നാൽ ഇനി ഇവിടെ കോമ്പൗണ്ട് ആയ കാർബൺ ഡയോക്സൈഡിൽ നോക്കിയേ, എത്ര ഓക്സിജൻ ഉണ്ട്? 1 2. എത്ര കാർബൺ ഉണ്ട്? 1. അപ്പോ LHS is equal to RHS. C O2 O2. So this also satisfy the law of conservation of mass. ഓക്കെ അല്ലേ? അപ്പോ ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഏതായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ലോയിലേക്ക് പോകാം. So second law ഏതാണ്? Yes, law of definite proportion. Okay. Law of definite proportion എന്താണ് പറയുന്നത്? Yes, a given compound always contains exactly the same proportion of elements by weight. It is sometimes also referred to as law of definite proportion. And this was proposed by Joseph Proust, a French chemist. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്, കൊണ്ടുവന്നത് ആരാണ്? യെസ്, ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ജോസഫ് പ്രോസ്റ്റ്. അദ്ദേഹത്തിന്റെ പിക്ചർ ആണ് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, സോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ എ ഫ്രഞ്ച് കെമിസ്റ്റ് നെയ്മഡ് ജോസഫ് പ്രോസ്റ്റ്. ഇനി ഈ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? എ ഗിവൺ കോമ്പൗണ്ട്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് a given compound always contain exactly the same proportion of elements by weight. ഒരു തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റിന്റെ, ഒരു തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സിന്റെ പ്രൊപ്പോർഷൻ എപ്പോഴും വെയിറ്റ് വെച്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ എ ഗിവൺ കോമ്പൗണ്ട്, ഒരു തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എപ്പോഴും അടങ്ങിയിരിക്കുന്ന എലമെന്റ്സിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വെയിറ്റ് വെച്ചിട്ട് എപ്പോഴും സെയിം ആയിരിക്കും. സോ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. And it is sometimes also referred to as law of definite proportion. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആദ്യമായി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? യെസ്, ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആയ ജോസഫ് പ്രോസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. The elements of a compound are always present in the same proportion by mass. ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റ്സ് എപ്പോഴും എപ്പോഴും കാണപ്പെടുന്നത് എങ്ങനെയാണ്? യെസ്, അവരുടെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ്. ഇവിടെ എക്സാമ്പിള് 4 പാർട്സ് ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ +2 പാർട്സ് ഓക്സിജൻ, 2 ഓക്സിജനും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കിയേ, ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തുണ്ടായ കോമ്പൗണ്ട് ആയത് എന്താണ്? യെസ്, H2O ആണ്. അപ്പൊ ഇവിടെ എത്ര പാർട്സ് ഹൈഡ്രജൻ ഉണ്ട്? യെസ്, 1 2 3 4. ഇവിടെ എത്ര ഉണ്ടായിരുന്നു? യെസ്, 4 പാർട്സ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ RHSലും 4 പാർട്സ് ഹൈഡ്രജൻ. ഇനി ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 1 2. അപ്പോ ഇനി നമുക്ക് RHSൽ നോക്കാം, എത്ര പാർട്ട് ഉണ്ട്? 1 2. ഓക്കെ, അപ്പൊ ഇവരുടെ റേഷ്യോ ഇനി നമുക്ക് നോക്കാം. അതായത് 4 പാർട്സ് ഹൈഡ്രജനും 2 പാർട്സ് ഓക്സിജനും അല്ലേ? അപ്പൊ 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 2. ദാറ്റ് ഈസ് 2/1. സോ 4:2 ഈസ് ഈക്വൽ ടു 2:1 ആണ് ഇവരുടെ മാസിന്റെ അടിസ്ഥാനത്തിലുള്ള റേഷ്യോ. അപ്പൊ ഇതെന്താണ്? ഈക്വൽ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? ഒരു തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റിന്റെ പ്രൊപ്പോർഷൻ എപ്പോഴും വെയിറ്റ് വച്ച് സെയിം ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ലോ ആരാണ് ആദ്യമായി പ്രൊപ്പോസ് ചെയ്തത്? ജോസഫ് പ്രോസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്തതിലേക്ക് പോവാം.
തേർഡ് ലോ എന്ന് പറയുന്നത് ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. തേർഡ് ലോ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ദിസ് ലോ വാസ് ഫസ്റ്റ്ലി പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഈ ലോ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്ത വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ. അദ്ദേഹത്തിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ലോ വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഇനി എന്താണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. If two elements can combine to form more than one compound, the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. രണ്ട് എലമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ വരുന്നതാണ്. ഒന്നും കൂടെ പറയാം, സോറി എനിക്കത് തെറ്റിപ്പോയി. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് രണ്ട് എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. ഓക്കെ, അവിടെ രണ്ട് എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്താണ് ഒരു കോമ്പൗണ്ട് അതിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടായത്. അപ്പോ ആ ആദ്യം കമ്പൈൻ ചെയ്ത കോമ്പൗണ്ട് ഒരു ഫിക്സഡ് മാസ് ഉണ്ട്. ഓക്കെ, അത് രണ്ടാമത് കമ്പൈൻ ചെയ്ത എലമെന്റിന് എന്തുണ്ട്? ഒരു ഫിക്സഡ് മാസ് ഉണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ മാസ് ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. If two elements can combine to form more than one compound, the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. രണ്ട് എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസ് രണ്ടാമത് കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ ഫിക്സഡ് മാസം ഏത് റേഷ്യോയിലായിരിക്കും? ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. Carbon combines with oxygen to form carbon monoxide and carbon dioxide. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ട് ഉണ്ടായി. ഒന്ന് കാർബൺ മോണോക്സൈഡ് ആയ CO-യും പിന്നെ CO2 ആയ കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. മാസ് ഓഫ് കാർബൺ മോണോക്സൈഡിലുള്ള കാർബണിന്റെ മാസ് എത്രയാണ്? 12.01 എന്ന് എടുത്താൽ മതി. ഇനി കാർബൺ ഡയോക്സൈഡിലുള്ള മാസ് ഓഫ് കാർബണോ? യെസ്, 12.01 തന്നെയാണ്. എന്നാൽ ഇനി ഓക്സിജന്റെ കേസിലേക്ക് വരാം. മാസ് ഓഫ് ഓക്സിജൻ ഇൻ കാർബൺ മോണോക്സൈഡിലെ ഓക്സിജന്റെ മാസ് എത്ര? 16 ആണ്. ഓക്കെ, ഇനി കാർബൺ ഡയോക്സൈഡിലുള്ള മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 32 ആണ്. അതായത് ഒരു ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 16, ഇവിടെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് 16 × 2, അങ്ങനെയാണ് 32 ആയത്. ഇനി റേഷ്യോ ഓഫ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ് ടു ഓക്സിജൻ ഇൻ കാർബൺ മോണോക്സൈഡ്. ഇവിടെ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡിലുള്ള ഓക്സിജന്റെ മാസ് ആണ്. എത്ര? 32. ഓക്കെ, ഇനി അതിന് നമ്മൾ ഏതിന്റെ കൂടെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്? യെസ്, കാർബൺ മോണോക്സൈഡിലുള്ള ഓക്സിജന്റെ കൂടെയാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡിൽ എത്രയുണ്ട്? 16. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക് ഇതിന്റെ റേഷ്യോ? യെസ്, 32:16. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് കിട്ടും. അതാണ് ഈ 2:1. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് രണ്ട് എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം കമ്പൈൻ ചെയ്ത എലമെന്റ് മറ്റേ എലമെന്റുമായിട്ട് ഉള്ള ഫിക്സഡ് മാസ് ഏത് ഹോൾ നമ്പറിൽ ഏത് റേഷ്യോയിലായിരിക്കും? ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഈ ലോ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിളും പറഞ്ഞു. ദെൻ ഇനി അടുത്തതിലേക്ക് പോവാം.
ഇത് സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ടു കോമ്പൗണ്ട്സ്, നെയിംലി വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഒന്ന് വാട്ടർ ആയ H2O-യും പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ടുള്ള H2O2-യും ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് രണ്ട് ടൈപ്പിലുള്ള എന്തുണ്ടാവും? യെസ്, കോമ്പൗണ്ട്സ് ഉണ്ടാവും. ആദ്യത്തേത് വാട്ടറും രണ്ടാമത്തത് ഹൈഡ്രജൻ പെറോക്സൈഡും. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഗീവ് വാട്ടർ. അപ്പൊ അവരിലുള്ള നമുക്ക് മാസ് നോക്കാം. ഓക്കെ, മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 2 gram. ഇനി മാസ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ആണ് എത്ര? 16 gram. ഓക്കെ, ഇവ രണ്ടുപേരെയും കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിട്ട്? 2 + 16 = 18 gram ആണ് എന്ത്? യെസ്, വാട്ടറിലുള്ള ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിലെ നമുക്ക് ഹൈഡ്രജന്റെ മാസ് നോക്കാം. എത്രയാണ്? 2 gram. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിലെ തന്നെ ഓക്സിജന്റെ മാസ് നോക്കാം. എത്രയാണ്? 32 gram. ഓക്കെ, ഇവർ രണ്ടുപേരെയും കൂടെ 32 gram + 2 gram gives 34 gram ആണ് എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വാല്യൂ. ഓക്കെ, ഹിയർ ദ മാസസ് ഓഫ് ഓക്സിജൻ. ഇവിടെ ഓക്സിജന്റെ മാസ് എത്രയാണ്? യെസ്, 16 gram ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ 32 gram. വാട്ടറിൽ 16 ഗ്രാമും ഹൈഡ്രജൻ പെറോക്സൈഡിൽ 32 gram, which combine with the fixed mass of hydrogen 2 gram bear a simple ratio. ഇതൊരു ഫിക്സഡ് മാസ് ഉള്ള ഹൈഡ്രജനുമായിട്ടാണ് കമ്പൈൻ ചെയ്തത്. പക്ഷെ അവർക്ക് അവസാനം കിട്ടിയത് എന്താണ്? ഒരു സിമ്പിൾ റേഷ്യോയാണ്. അതായത് 16:32 ആണ് ഇവിടുത്തെ ഓക്സിജന്റെ റേഷ്യോ. ഓക്കെ, 16:32, അതായത് എത്രയാണ്? 1:2 എന്നൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയാണ് അവർക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മളുടെ ഫോർത്ത് ലോ ആയ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസിലേക്ക് പോവാം. ഓക്കെ, വന്നു. സോ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. This law was first proposed by Joseph Louis Gay-Lussac. ഈ ലോ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? യെസ്, ജോസഫ് ലൂയിസ് ഗേ ലുസാക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ഗ്യാസസ് കമ്പൈൻസ്, ഈ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൻ ഗ്യാസസ് കമ്പൈൻസ് or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at same temperature and pressure. Okay, അതായത് ഒരു കെമിക്കൽ റിയാക്ഷനില് ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അവരുടെ വോളിയംസ് ഒരു സിമ്പിൾ റേഷ്യോയിലാണെങ്കിൽ അവർക്കുള്ള ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ ഗ്യാസ് കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ അവരുടെ റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോയാണ് വോളിയം വെച്ചിട്ട് എങ്കിൽ അവരുടെ ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, വോളിയം ഒരു സിമ്പിൾ റേഷ്യോ, അതായത് രണ്ട് ഗ്യാസുകൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിരിക്കും. എങ്ങനെ? അവരുടെ വോളിയം വെച്ചിട്ട് അവർ സിമ്പിൾ റേഷ്യോയിലാണെങ്കിൽ. Okay, so when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at same temperature and pressure. ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, then ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. 2H2 + O2 gives 2H2O. അതായത് ഇവിടെ രണ്ട് വോളിയം ഹൈഡ്രജനും ഒരു വോളിയം ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്?
യെസ്, 2 ഓളിയം വാട്ടർ ഉണ്ടായത്. ഓക്കെ, 2 ഓളിയം ഹൈഡ്രജനും 1 ഓളിയം ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ മാത്രമാണ് 2 ഓളിയം വാട്ടർ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് ഓളിയം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. 1 ഓളിയം ഓഫ് നൈട്രജൻ. നൈട്രജൻ ഗ്യാസ് പ്ലസ് 3 ഹൈഡ്രജൻ ഗ്യാസ് ഗീവ്സ് അമോണിയ ഗ്യാസ്. ഓക്കെ, അതായത് 1 ഓളിയം നൈട്രജനും 3 ഓളിയം ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 2 ഓളിയം അമോണിയ കിട്ടിയത്. ഓക്കെ, അതായത് ഒരു N2 പ്ലസ് 3H2O. 1 N2 plus 3H2O gives 2NH3. ഓക്കെ, ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. 1 ഓളിയം നൈട്രജനും 3 ഓളിയം ഹൈഡ്രജനും കൂടി ചേർന്നപ്പോഴാണ് എന്തുണ്ടായത്? യെസ്, 2 ഓളിയം അമോണിയ ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് ഓളിയം എന്ത് ചെയ്യുന്നത്? പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ഏറ്റവും ലാസ്റ്റ് വണ്ണായ അവഗാഡ്രോ ലോയിലേക്ക് പോവാം. അവഗാഡ്രോ ലോ. Equal volume of gases are at the same temperature and pressure should contain equal number of molecules. Okay, അപ്പോൾ അവഗാഡ്രോ ലോ പറയുന്നത് ഈക്വൽ ഓളിയം ഓഫ് ഗ്യാസസിന് ഈക്വൽ ഓളിയം ആണ് ഒരു സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഉള്ളതെങ്കിൽ അവർ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, 2 ഗ്യാസുകൾ സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും അവർക്ക് ഈക്വൽ ഓളിയംസ് ആണ് ഉള്ളതെങ്കിൽ അവർ കണ്ടെയ്ൻ ചെയ്യുന്ന മോളിക്യൂൾസിന്റെ നമ്പറും എത്രയായിരിക്കും? ഈക്വൽ നമ്പർ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ആർഗൺ, ഓക്സിജൻ, നൈട്രജൻ ഇവരുടെ ഓളിയവും മാസും ക്വാണ്ടിറ്റിയും പ്രഷറും ടെമ്പറേച്ചറും ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. കാണാലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ആദ്യം ആർഗന്റെ കേസിൽ ആർഗന്റെ ഓളിയം എത്ര? 22.4 ലിറ്റർ. ഓക്സിജൻ്റെതോ 22.4 ലിറ്റർ. ആൻഡ് നൈട്രജന്റെ ഓളിയം എത്രയാണ്? യെസ്, 22.4 ലിറ്റർ ആണ്. ഇനി മാസ് നോക്കാം. 14 ഗ്രാം ആർഗൺ, 32 gram oxygen and 28 gram nitrogen. Then quantity of argon 1 mole, then oxygen 1 mole and nitrogen 1 mole. Okay. Then ഇനി ഇവരുടെ പ്രഷർ നോക്കാം. Okay, 1 atom for argon, 1 atom for oxygen, 1 atom for nitrogen. ഇവരുടെ ടെമ്പറേച്ചറും സെയിം ആണ് അല്ലെ? 273 കെൽവിൻ ആണ് എല്ലാവർക്കും, ആർഗണും ഓക്സിജനും നൈട്രജനും ഉള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും, അതായത് എല്ലാ ഗ്യാസിനും ഈക്വൽ ഓളിയം ആയതുകൊണ്ട് തന്നെ അവരുടെ ടെമ്പറേച്ചറും പ്രഷറും ഈക്വൽ ആണ് എങ്കിൽ അവർ കണ്ടെയ്ൻ ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് അവഗാഡ്രോ ലോ എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വ്യൂവിങ് മൈ ചാനൽ.